യെസ്. വിചാരിച്ച പോലെ കിട്ടിയിട്ടും കരിഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് വെന്തണ്ണു ആവിയിരുന്നില്ലേ. നമ്മുടെ മീൻ നേരാക്കൽ കഴിഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയിൽ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. മുളക് പൊടി, സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചത്, ശേഷം കുരുമുളക് പൊടി, ഒരു തുള്ളി വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുക്കാം. ഇതെല്ലാം പാടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇലകൾ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തൻ്റെ ഇല. ലേശം വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ സെറ്റ് കഴിഞ്ഞു. നമുക്ക് നേരെ നമ്മുടെ മീനിലേക്ക് ഓരോന്നോരോന്ന് വെച്ചെടുക്കാം. മസാല കിടക്കട്ടെ. ഇത് നമുക്ക് കറക്റ്റ് പൊതിയാം. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കുന്നു എന്നുണ്ട. സെപ്പറേറ്റ് ചെയ്ത ഇലയാണ്, കാരണം ഇത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെടുത്തുന്നത് മാങ്ങാഞ്ചിര ഇലയാണ്. ഇത് നമുക്ക് കറക്റ്റ് പൊതിയാം. അപ്പോൾ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. വേണ്ട കറക്റ്റ് കെട്ടി പൊതിഞ്ഞ് വെച്ചിരുന്നു. നമുക്ക് നേരെ ഇത് തീയിലിട്ട് ചൂടാം. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തീ ഉണ്ടാക്കും. വൈക്കോലോണ്ടാണ്. പിന്നെ ഇതാ നമ്മുടെ സാധനം ഇതിക്കിടാം. ഏകദേശം കായ് വന്നിട്ടുണ്ട്. തീയൊക്കെ കെട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഒരു സൈഡ് കൂടി വേവാണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് ആ കനലിൽ വെക്കാം, കത്തിക്കാതെ. അങ്ങനെ ഇത് വെന്തിട്ടുണ്ടാവുന്ന വിശ്വാസത്തോട് കൂടിയിട്ടും കരിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ടും നമുക്കിത് എടുക്കാം. എന്തായാലും അങ്ങനെ കുറച്ച് നേരം ചൂടാറാനൊക്കെ വെച്ചു. നമ്മൾ തുറന്നു നോക്കാം എന്തായാണാവോ. അപ്പോൾ നമ്മളിതിനെ മെല്ലെ മെല്ലെ തുറക്കാണ്. ചൂടുള്ളതിനോണ്ടേ മെല്ലെ തുറക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ അറ്റം സാധനം വെന്തിട്ടില്ലേ, ചൂടുണ്ട് കേട്ടോ. മത്തൻ്റെ ഇല കാരണം പിന്നെ വേവാതിരിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം സെറ്റായെന്നാ തോന്നുന്നത്. യെസ്. വിചാരിച്ച പോലെ കിട്ടിയിട്ടും കരിഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് വെന്തണ്ണു ആവിയിരുന്നില്ലേ. ഇതാണ് സാധനം. എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ച് പറ്റ കരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. സംഗതി സെറ്റായിട്ട് കിട്ടിയിരുന്നു.
ആഹാ ഒന്നും പറയാല്ല, ഞാൻ പറഞ്ഞില്ലേ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം ഇതെങ്ങനെയുണ്ടെന്നത്. സൂപ്പറാണ്, നല്ല മന്താണ്. നോക്കി നോക്കി വെറുതെ പറയുന്നല്ലേ. എനിക്ക് വേണ്ട വേണ്ട മന്ദനുണ്ടില്ലേ, നല്ല ടേസ്റ്റും ഉണ്ട്, അതേപോലെ മസാല കറക്റ്റ് പിടിക്കുകയും ചെയ്തതാണ്. എനിക്ക് സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പൊള്ളിക്കൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.